നമസ്കാരം. നോഡിറ്റിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും കേരളമൊട്ടാകെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയുമാണ്. ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പല സീറ്റുകളിലും വലിയ പരാജയം ഇടതുമുന്നണി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നത് കൃത്യമായി വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വസ്തുത പൂർണ്ണമായും മറനീക്കി പുറത്തു വന്ന തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും എല്ലാം പ്രധാന ഘടകങ്ങളാണ്. വീണ വിജയന്റെ പേരിലുള്ള ആരോപണങ്ങളും അതിലുള്ള വ്യക്തതയില്ലായ്മയും സംശയമുനയിലാണ് കാര്യങ്ങൾ എത്തിച്ചത്. പാർട്ടി ജനങ്ങളുമായി അടുക്കണം എന്നതും തിരുത്തൽ ഉണ്ടാകണം എന്നതും കേവലം ക്ലീഷേ ഡയലോഗുകളാകുന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രശ്നം. മുഖ്യമന്ത്രിയുടെ പൊതുമധ്യത്തിലെ പെരുമാറ്റങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. മൈക്ക് സെറ്റുകാരനോടും പരിപാടിയുടെ അവതാരകയോടും ഒക്കെ മുഖ്യമന്ത്രി പെരുമാറിയ രീതി വലിയ രീതിയിൽ പൊതുജനം ചർച്ച ചെയ്തപ്പോഴും CPM അത് ഗൗരവത്തോടെ എടുക്കാൻ തയ്യാറായില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഈഴവ തീയ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന പരിശോധന നടത്തുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ ആകെ തുക വ്യക്തമാവുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് BJP ആണ്. ചില മണ്ഡലങ്ങൾ പ്രത്യേകമായി എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും BJPയുടെ വളർച്ച. ആറ്റിങ്ങലിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശുമായി BJP സ്ഥാനാർത്ഥി V മുരളീധരനുള്ളത് കേവലം 16,000 വോട്ടിന്റെ വ്യത്യാസം മാത്രം. തിരുവനന്തപുരത്ത് ശശി തരൂർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പാലക്കാടും ആലപ്പുഴയും ആറ്റിങ്ങലും തിരുവനന്തപുരവും ഒന്നും ഇനി BJPക്ക് കിട്ടാക്കനിയാകില്ല. തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നതുകൊണ്ട് BJP വിജയിച്ചു എന്ന സിദ്ധാന്തം മറ്റിടങ്ങളിലേക്ക് നോക്കിയാൽ തെറ്റിപ്പോകുന്നത് കാണാം. CPMന്റെ വോട്ട് ബാങ്കുകളിൽ സംഭവിക്കുന്ന ചോർച്ചയുടെ കാരണങ്ങൾ ഇടതുപക്ഷം തിരിച്ചറിയുക തന്നെ വേണം. ഭരണ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു എന്ന തോന്നൽ, ധാർഷ്ട്യം, വിമർശനങ്ങളോടുള്ള സഹിഷ്ണുതയില്ലായ്മ ഇവയൊക്കെ തിരുത്തി തന്നെ പോകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി ചൂണ്ടിക്കാട്ടി വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് കുർലോസിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശം തീർത്തും അനുചിതമായിരുന്നു. വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരെ കുലംകുത്തികളായും വിവരദോഷികളായും വിശേഷിപ്പിക്കുന്ന നിലപാട് ശരിയല്ല. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് മറന്നു പോകുന്നവർ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 2 വർഷം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുന്നത് നന്നാണ്.